ഡിഷ് വാഷർ ഉപയോഗിച്ച് പാത്രം കഴുകുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡിഷ് വാഷറിലേക്ക് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡൗട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാണ്. പാത്രങ്ങൾ ആദ്യം തന്നെ കറക്റ്റായിട്ട് ലോഡ് ചെയ്യാണ് വേണ്ടത്. പിന്നെ ഇതിലേക്കുള്ള സാധനങ്ങൾ ഞങ്ങൾ മിക്കപ്പോഴും ഓൺലൈൻ വഴിയാണ് കേട്ടോ മേടിക്കാറുള്ളത്. ബ്ലിങ്കിറ്റ്, ഇൻസ്റ്റാമാർട്ട് പോലത്തെ ആപ്സ് വഴിയാണ് കൂടുതൽ വാങ്ങാറ്. സോൾട്ടും അതുപോലെ തന്നെ റിൻസൈഡ് പിന്നെ ടാബ്ലറ്റ്സ്, ഈ 3 ഐറ്റംസാണ് നമുക്ക് ഡിഷ് വാഷറിന് വേണ്ടി ആവശ്യമുള്ളത്. 50 ടാബ്ലറ്റിൻ്റെ പാക്കറ്റാണ് നമ്മൾ മിക്കപ്പോഴും വാങ്ങാറുള്ളത്. ടാബ്ലറ്റ് എപ്പോഴും ഓരോ ലോഡിനും ഓരോ ടാബ്ലറ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടാബ്ലറ്റ് മാത്രമേ നമുക്ക് ഡെയിലി യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ബാക്കി ഐറ്റംസൊക്കെ ഇതുപോലെ ഇൻഡിക്കേറ്റർ കാണിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ളൂ. നിങ്ങൾക്ക് എക്സ്ട്രാ ഷൈൻ കൊടുക്കാനായിട്ടാണ് റിൻസൈഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ഇൻഡിക്കേറ്റർ റിൻസൈഡ് നമ്മൾ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഇൻഡിക്കേറ്റർ കാണിക്കുമ്പോൾ നമ്മൾ ഡോറിലുള്ള റിൻസൈഡ് ഒഴിക്കേണ്ട സ്പേസിലേക്ക് റിൻസൈഡ് അവർ പറഞ്ഞിരിക്കുന്ന ലെവലിൽ ഒഴിച്ചു കൊടുക്കുക. സോൾട്ട് ഇട്ട് കൊടുക്കേണ്ട സമയത്താവുമ്പോഴാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ കാണിക്കുക കേട്ടോ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വാട്ടർ സ്റ്റെയിൻസ് കാരണം കൊണ്ട് പാത്രങ്ങളിൽ ഒരു വൈറ്റ് സ്പോട്ട്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സോൾട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. സൂപ്പർ മാർക്കറ്റ്സിലും ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ.